ചന്തയിലെത്താത്തതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഇടനിലക്കാർ അത് വച്ച് താമസിപ്പിക്കുന്നു എന്നുള്ളത്. 10 ദിവസം കഴിഞ്ഞേ അത് വിപണിയിലെത്തുകയുള്ളൂ. 10 ദിവസം എന്നാൽ നവംബർ 20 കഴിഞ്ഞ് എന്നാണ് അർത്ഥം. അതായത് മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് ആ ദിവസമാണ്. അത് കഴിഞ്ഞ് ഒന്നിച്ച് ഈ ഉള്ളി വിപണിയിലെത്തിയാൽ വില ഇടിയില്ലേ? അപ്പോൾ ഇത് കൈവശം വച്ചിരിക്കുന്നവർക്ക് വലിയ നഷ്ടമില്ലേ? സ്വാഭാവിക ചോദ്യങ്ങളാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്ര കോടികളാണ് ചെലവഴിക്കുന്നത്? അതിന്റെ 10-1 മാത്രമാണ് ഇത്രയും ഉള്ളി സംഭരിച്ച് കയ്യിൽ വയ്ക്കാൻ ചില വ്യവസായികൾ മുടക്കിയിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. അതുകൊണ്ട് ലഭിക്കാൻ പോകുന്നത് 47 നിയമസഭാ മണ്ഡലങ്ങൾ മാത്രമല്ല, ഇന്ത്യയുടെ വ്യവസായ സംസ്ഥാനത്തിന്റെ ഭരണം കൂടിയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഖാരിഫ് വിളവെടുപ്പ് കാലത്ത് ഉള്ളിയുടെ വില ഇങ്ങനെ ഉയർന്നിട്ടില്ല. ഇത്തവണ അത് ഉയരാൻ കാരണമായത് കയറ്റുമതി നിരോധനം നീക്കിയതും കയറ്റുമതിക്ക് താങ്ങുവില പ്രഖ്യാപിച്ചതുമാണ്. അങ്ങനെയെങ്കിൽ കർഷകർക്ക് ഇതുകൊണ്ട് നേട്ടമുണ്ടാകില്ലേ? മഹാരാഷ്ട്രയിലെ കർഷകർക്ക് താൽക്കാലിക നേട്ടമുണ്ട് എന്നുള്ളൊരു കാര്യം ശരിയാണ്. പക്ഷേ വിപണിയിലേക്ക് പിടിച്ചു വച്ചതൊക്കെ എത്തുന്നതോടെ വില വീണ്ടും കുത്തനെ ഇടിയും. അത് ബാധിക്കുന്നത് ലേറ്റ് ഖാരിഫ് എന്നറിയപ്പെടുന്ന ഡിസംബറിലെ വിളവെടുപ്പിനെയാണ്. 1 ലക്ഷം ഹെക്ടറിലേറെ സ്ഥലത്താണ് ഖാരിഫ് വിളവ്. അപ്പോ എല്ലാ വർഷവും എന്നതുപോലെ കിട്ടാൻ പോകുന്നത് 5-10 രൂപയ്ക്കായിരിക്കുമെന്നാണ് വിപണി വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ കയറ്റുമതി തടഞ്ഞ് കർഷകരെ കഷ്ടത്തിലാക്കി രാജ്യമെങ്ങും വില കുറയ്ക്കുക. മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് ജയിക്കാൻ കയറ്റുമതി അനുവദിച്ച് കർഷകരെ സഹായിക്കുക. അതുവഴി രാജ്യമെങ്ങും വില കൂടിയാലും തരക്കേടില്ല എന്ന് ചിന്തിക്കുക. ശരിക്കും ഉള്ളി കയറ്റുമതി ലോക വ്യാപാര കരാർ അനുസരിച്ച് നിരോധിക്കാൻ കഴിയുന്ന ഒന്നല്ല. അതിന് ചെയ്യുന്നത് കിലോയ്ക്ക് 85 രൂപയിൽ കുറഞ്ഞ് കയറ്റുമതി പാടില്ല എന്ന് ഉത്തരവിടുകയാണ്. ആ വിലയ്ക്ക് ഒരു രാജ്യവും വാങ്ങില്ല. കയറ്റുമതി നടക്കണമെന്ന് തോന്നുമ്പോൾ ഈ വില കുറയ്ക്കുകയുമാണ് ചെയ്യുക. നമ്മുടെ രാഷ്ട്രീയത്തിലെ കള്ളക്കളികൾ തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല വിപണിയിലും പ്രതിഫലിക്കുന്നത് എങ്ങനെയാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പോഴത്തെ ഉള്ളിവില. ഉള്ളിക്ക് മാത്രമല്ല തക്കാളിക്കും കൂടിയതൊക്കെ നവംബർ 20 ശേഷം കുറയും എന്ന ആശ്വാസവാക്കോടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകും.